നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിൽക്കുന്ന അമ്മയുടെ സത്യവതയെ മരുമോളൂ ചോദിച്ചു നോക്ക്. ഇവക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു നോക്ക്. ഇവൻ പറയുന്നത് സത്യമാണോ? ജ്യോതി പൊടിച്ചിട്ടുണ്ടോ? പറയുമോളെ. ഉണ്ട്. അമ്മ വേണ്ട. വേണ്ട. അമ്മ വിഷമിക്കട്ടെ. ഇങ്ങനെ ഒരുത്തിക്ക് ജന്മം കൊടുത്തതിന്റെ പേരില് അമ്മയുടെ ചങ്ക് നീറട്ടെ. ഈ തളർച്ചയും തകർച്ചയൊക്കെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. ചോദ്യങ്ങളൊന്നുമില്ലാതെ ഇവിടെ ഇങ്ങനെ അഴിച്ചു വിടല്ലേ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ, കേട്ടില്ല. കൊടുത്ത സ്വാതന്ത്ര്യം പാമ്പ് കൊത്തിയതുപോലെ തിരിച്ചു കൊത്തിയത് കണ്ടോ? ഇത് എന്റെ മുമ്പിൽ വെച്ച് തന്നെ നടക്കണം. ഇനി ഒരു കാര്യം കൂടെ അമ്മ അറിഞ്ഞോ? ചോദ്യം കുടിച്ച് ലെക്കില്ലാതെ കിടന്ന എവിടെയാന്ന് അറിയണ്ട അമ്മയ്ക്ക്. ദീപന്റെ വീട്ടില്. കുട്ടിക്കാലത്ത് ഇവളെ പ്രണയിച്ചവന്റെ വീട്ടില്. ദീപന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ വിളിച്ചു. അപ്പോ ഒന്നും നോക്കാതെ ഓടിപ്പോന്നത് ഒരു അന്തസ്സുള്ള പെണ്ണിന്റെ ലക്ഷണമാണോ? എനിക്ക് അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലാക്കിത്താ. എനിക്കറിയില്ല, എനിക്കറിഞ്ഞോടാ. അമ്മയെന്ന് പറഞ്ഞതാ. ആ പെണ്ണ് പോയത് അമ്മയ്ക്ക് മുമ്പിലേക്ക് സ്വന്തം മകളെ കൊണ്ടുവരാതെ അവന്റെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്താനാണെങ്കിലോ? അത് ശരിയാണോ അമ്മേ? അമ്മ പറ. അമ്മയോട് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ജ്യോതി ഈ അവസ്ഥയിൽ കണ്ട അമ്മ തകർന്നു പോകുന്നു വിചാരിച്ചിട്ടാ. മതി, അമ്മ. അമ്മ വേണ്ട. അമ്മ അമ്മ ஐயோ அம்மா என்னாச்சு? വേണ്ട. അമ്മ അമ്മ എന്തേ കാണിക്കുന്നേ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്? നീ ഒരാള് കാരണമല്ല ഇപ്പൊ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വന്നത്. ഇന്ന് വരെ നിന്നെ ഞാൻ വളർത്തിയ രീതി തെറ്റാണെന്നല്ലേ ഇവനിപ്പൊ വിളിച്ചു പറഞ്ഞത്? ഇനി എന്തിനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്? ഇറങ്ങിപ്പോയി. എന്ത് സാഹചര്യത്തിൽ ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആദ്യം അവള് നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. നാളെ രാവിലെ നമുക്ക് സമാധാനമായിട്ട് ചോദിക്കാമേ. അത് പോലും അമ്മ. നമുക്കറിയാലോ ജ്യോതി അങ്ങനത്തെ കുട്ടിയല്ല.
யார் என்ன சொன்னாலும் அம்மா அவர் என்ன தானே வளர்த்தியது. അറിയാലോ ശരവണ, നിനക്കറിയാലോ. എത്രയോ കാലായിട്ട് ഈ വീട്ടിൽ കഴിയുന്ന നിനക്കും അറിയാം. പക്ഷെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഇവക്കറിയില്ല. ബോധത്തോടെ നിന്ന് കുറ്റം പറയുന്ന ഇവനും അതറിയില്ല. എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കുന്നുണ്ടാവില്ല. എന്റെ മക്കളെ ഞാൻ നേർവഴിക്ക് നടത്തിയതുപോലെ വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ആദ്യം ഇവനൊരു തന്റെ മുമ്പില്, ഇപ്പൊ ഇവളുടെ മുമ്പില് ഞാൻ തോറ്റില്ലാതായി. ഇനി എന്ത് തരത്തിലുള്ള അമ്മയെന്നാ എന്നെ വിളിക്കേണ്ടത്? മകനെയും മകളെയും നേരെ വളർത്താൻ പ്രാപ്തിയില്ലാത്ത ശാപം കിട്ടിയവളെന്നാണോ? എഴുന്നേക്കടി, എഴുന്നേക്ക്. മാറി നിൽക്കുന്നെന്തിയാ? പറയടി, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പറയാൻ എനിക്കിനി ഇവിടെ എനിക്കിനി ഇവിടെ കൊന്നു കളഞ്ഞേക്കമ്മേ. കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നു കളഞ്ഞേക്ക്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് മറ്റാരുടെ മുമ്പിൽ നാണം കെടേണ്ടി വരില്ലല്ലോ. അമ്മ ഒരു വാക്ക് പറഞ്ഞ ഈ നിമിഷം ഞാൻ അവളെ കൊന്നു കളഞ്ഞേക്കാം. അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോ ഇവളും ഈ നിൽക്കുന്നവളും കൂടി അമ്മയെ വിശ്വസിപ്പിക്കാൻ പുതിയ കഥയായിട്ട് വരും. ആ കഥയില് ഈ അവസ്ഥയിൽ കിടക്കുന്ന അമ്മയുടെ മോള് നന്മ മാത്രം ചെയ്യുന്നവളായിരിക്കും. അതിനു വേണ്ട ബുദ്ധിയൊക്കെ അമ്മയുടെ മരുമോൾ കൊണ്ട്. അതിനുവേണ്ടി മനസ്സ് മാറാൻ നിൽക്കണ്ട. അതിനു മുമ്പ് ഇവിടെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാനാ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.